കമ്പിളി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡെയിലി വ്ലോഗിന്റെ 25ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉറക്കത്തുനിന്ന് എണീച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പച്ചി വന്ന് കല്ലറ ചെല്ലണം, കർട്ടൻ വാങ്ങിക്കാനായിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കർട്ടൻ മേടിക്കാനായിട്ട് നമ്മൾ രാവിലെ ഞാൻ പറയണു അതായത് 2 കർട്ടൻ എടുക്കാനായിട്ടാണ് ഞാനും അപ്പച്ചി അമ്മയും എല്ലാവരും കൂടി പോകുന്നത്. അതിൻ്റെ ആവശ്യമില്ല, അപ്പച്ചി പോയി എടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പച്ചി താമസിക്കൂല, ഒരു വിധത്തിൽ അപ്പച്ചി താമസിക്കൂല, ചെന്നാലേ നോക്കോളൂ. എന്നാൽ പിന്നെ ശരി, നമ്മൾ നേരെ കല്ലറ വരാം. അപ്പച്ചി എടുത്ത് കളമച്ചേന്ന് നേരെ കല്ലറ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ട് പോകാൻ. എന്നിട്ട് അപ്പച്ചി പറഞ്ഞ് എന്തോ വലിയ മീൻ വാങ്ങിച്ചിട്ട് അത് കറി വയ്ക്കാനോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്കപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് എനിക്ക് ഇങ്ങ് വരണം, ഇന്ന് വന്നിട്ട് തുണി കഴുകണം, കുറേ ദിവസങ്ങൾ വിചാരിക്കുന്നുണ്ട് തുണി കഴുകണം എന്ന് പറഞ്ഞ് ഇനി നടക്കോ ഇല്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ എന്തായാലും നമ്മൾ കല്ലറോട്ട് പോകാനായിട്ട് പോകണം. ചെറിയൊരു മഴക്കോളുണ്ട് കേട്ടോ. അപ്പം എന്തായാലും കല്ലറോട്ട് പോകാനുള്ളൊരു പ്ലാനിങ്ങിൽ ഞാനും അമ്മ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. എവിടെയോ ഉണ്ട്, കാണിച്ചു തരാം. അമ്മ സ്മൈൽ പ്ലീസ്. അപ്പോൾ എന്തായാലും ഈ കല്ലറ പോയിട്ട് ബാക്കി എല്ലാം കാണിച്ചു തരാം. അങ്ങനെ എന്തായാലും കല്ലറ പോയ സ്ഥിതിക്ക് ഒന്ന് ജസ്റ്റ് ചന്തയിലും കൂടി കയറി മീനും കൂടി മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പച്ചി ഏതൊക്കെയോ മീനുകളൊക്കെ ഉണ്ട്, അമ്മയുടെ ഏത് മേടിക്കരുതെന്ന് ചോദിച്ചാൽ അമ്മ അന്തം വിട്ട് കുന്തം വിഴുങ്ങി എനിക്ക് മീനിൻ്റെ റേറ്റ് കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് അവിടെ നിന്ന് എന്തൊക്കെയോ മീൻ മേടിച്ചിട്ട് നമ്മൾ നേരെ കർട്ടൻ മേടിക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടി വന്ന് വെറും കൂടി 2 കർട്ടൻ മേടിക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടി ചാടി കയറി പോയേക്കുന്നത്. 2 കർട്ടൻ മേടിക്കാനായിട്ട് ഇത്രയും പേര് എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടെ. അപ്പച്ചി വിളിച്ചു, നമ്മൾ പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് 2 കർട്ടനും എന്തെങ്കിലുമൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് വേണ്ട, മറ്റേ സാധാരണ ഇലേനെക്കാട്ടിയും അതിനെക്കാട്ടി നല്ല സെറ്റായിട്ട് പ്ലാസ്റ്റിക് ഇരിക്കും. ഇത്രയായിട്ട് നമ്മളെ സാധാരണ ഇത് നിൽക്കും. എന്തിനു വേണം ഒരെണ്ണം മേടിക്കുക. പക്ഷെ ഇപ്പം നോക്കും അതിൻ്റെ വില ഇപ്പം മുട്ടിഞ്ഞ വിലയായിരിക്കും. അത് കൊള്ളാം. 750 രൂപ. ഏത് റോസപ്പൂവ് അതെവിടെ? 750, 1000. എല്ലാത്തിനും ഇത്തിരി വില കൂടുതലാണ്. 750. വെള്ളച്ചാട്ടം മറ്റേ ഒരു ഇത് വെച്ചിട്ട് മനസ്സിലായ സംഭവം, മറ്റേ ഇത് കഴിഞ്ഞിട്ട് കത്തിച്ചിട്ട്, അതാണ് ഞാൻ പറഞ്ഞ ആ സാധനം ഒഴിക്കും. അതല്ല ഇത്, നീ എന്നെയും കൂടെ തെറ്റിക്കാൻ. ആർക്ക് ഗിഫ്റ്റ് കൊടുക്കണം? എനിക്കാർക്കും കൊടുക്കാൻ ഞാൻ പറഞ്ഞു. എത്ര രൂപ? 600 രൂപ. 600 രൂപ? എൻ്റെ അമ്മച്ചി ചെറിയ മണക്ക് സാധനത്തിന്. അങ്ങനെ മീനൊക്കെ മേടിച്ചത് വെക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ വന്നിട്ട് പോകുന്ന വഴിക്ക് അപ്പച്ചിക്ക് ഒരു കടയിൽ കയറി ലെഗിൻസ് കൂടി മേടിക്കാനുണ്ട്. അതും കൂടി മേടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോയി കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിങ്ങനെ കളമച്ച വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ആരെയോ വീഡിയോ കോൾ വിളിക്കുന്നു. പിന്നെ അപ്പച്ചി തുണി കഴുകി അപ്പച്ചി അങ്ങോട്ട് ഇട്ടില്ല. അതിന് മുമ്പ് നല്ല മഴക്കോള് പറഞ്ഞാൽ അപ്പം എന്തായാലും നല്ല മഴ പെയ്യുമായിരിക്കും. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കുന്നു, അമ്മയും ഇവിടെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ പിന്നെ എന്തായാലും മഴയൊക്കെ നോക്കി ഇങ്ങനെ പിടിക്കുക. ഒരു 4-5 മണിക്കാലത്ത് നമ്മളങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നടാനായിട്ട് മണ്ണെടുക്കാൻ പോവുകയാണ്. അച്ചാമ്മ മണ്ണൊക്കെ വെട്ടിക്കോരി വെച്ചേക്കുന്നു. എടുക്കാം. പോരെ മതി. ഞാനോട് പിടിച്ചു തരാം. കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് 2 കൊണ്ട് എടുത്തോട്ട് പോവാം. ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തോണ്ട് പോവാം. എൻ്റെ ഈ നിഷ്കളങ്കം ഇതിന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് എന്നിട്ട് ഇതാണ്ട് അപ്പച്ചി ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കും. എല്ലാം കൂടെ അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടായാലും മണ്ണും ഡ്രാഗൺ ഫ്രൂട്ടും എല്ലാം നമ്മൾ
മണ്ടയിൽ എത്തിച്ചിട്ടുണ്ട്. തൈ കാണിച്ചാണ് അപ്പച്ചി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ. ഭയങ്കര കടിച്ചത്. ഇപ്പോൾ അപ്പച്ചി ഡ്രാഗൺ ഫ്രൂട്ട് നടാനുള്ളതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നമ്മൾ ഈ കടയിലൊക്കെ പോകുമ്പോഴത്തേക്ക് എല്ലാ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ഫുള്ള് സൈഡിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചേക്കുന്ന കാണുമ്പോഴത്തേക്ക് നമ്മൾ വാങ്ങി അപ്പോൾ പുറത്തുനിന്ന് മേടിച്ച് അപ്പച്ചി മുടിഞ്ഞതുകൊണ്ട് അപ്പച്ചി പറഞ്ഞ് ഇതിൻ്റെ തൈ വെച്ച് 1 വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് പറഞ്ഞാൽ അടുത്ത വർഷം അപ്പച്ചി വരുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് ഇതിന്ന് തന്നെ കാ പറിച്ച് തിന്നണം എന്നുള്ളൊരിതിലാണ് കേട്ടോ അപ്പച്ചി ഇതൊക്കെ വയ്ക്കുന്നത്. നമ്മളൊരു വലിയ ബക്കറ്റ് എടുത്ത് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് മാറ്റി നടും. അപ്പം ജസ്റ്റ് നട്ട് വെച്ചെന്നേ ഉള്ളൂ. അപ്പം എന്തായാലും ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എൻ്റെ അപ്പച്ചി ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വാളരി ചമര ഫുള്ള് വാളരിയൊക്കെ തോണ്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. തോണ്ടയൊക്കെ നിൽപ്പുണ്ട്. അപ്പം ഇതിനെ പിടിച്ചിങ്ങനെ മണ്ടയിലോട്ട് കെട്ടുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പച്ചി കൊണ്ടുവന്നു. അത് ഞാൻ അതുവഴി ഇറങ്ങി വന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരണം. ഓക്കെ, അങ്ങനെ ചരിച്ചു വെച്ചു. ഇനി കല്ലെടുത്ത് എവിടെ അറിയണം? എങ്ങോട്ട് അറിയാതെന്ന് പറ. എനിക്കിങ്ങനെ ഭയങ്കര ബോധവും പൊക്കണമൊന്നുമില്ല. എവിടെയൊക്കെ ചെറിഞ്ഞു കയറ്റത്ത് പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. പറ അപ്പച്ചി, ചാമത്ത് എവിടെ അറിയണം? ഉടങ്ങിക്കുന്നതിന്റെ കമരത്തിലിടാണ്. നിന്റെ അച്ഛൻ കൊമരോന്ന് പറഞ്ഞോണ്ട് എനിക്കും കൊമരോന്ന് വരുമോ? ഉണങ്ങിക്കണേന്റെ കമരത്തിട്. അതാ അതിന്റെ മൂട് സത്യത്തി. അത് യാതിന്റെ തന്നെ എനിക്കറിഞ്ഞൂടെ ഏതിന്റെ കൊമരത്തി. അമ്മയുടെ ഫോണിലൊന്നും വരും. അപ്പച്ചി ഇവിടെ ഫുള്ള് പോയിരിക്കല്ലേ. കേക്കട്ടെ അന്റെ ചവിട്ടമ്മ ഫുള്ള് ഇളകി ഉണങ്ങാതെയാണ് പിന്നെ ഒരു കോൺക്രീറ്റ് ഇട്ട്. കമര ഇല്ലേ അച്ചാമ്മ ഇതില് കമര ഇല്ല. ഞാൻ മണ്ടേക്കുന്ന അതിലേ ഉള്ളു. അതിലോട്ടങ്ങ് അറിയ അതിലെത്തോ? പക്ഷെ ഇത് മണ്ടേന്ന് പറഞ്ഞ ഇതൊക്കെ ഒന്നുമില്ല. അങ്ങ് എത്തും. നോക്ക്, ശ്രമിച്ചു നോക്ക്. ശ്രമിച്ചെത്തിയില്ലെങ്കിൽ അച്ഛാ മാറിയില്ല. മണ്ടയ്ക്ക് ഒന്ന് വീണിട്ട് എന്നു പറയില്ലേ? ഇത്തിരി കൂടെ അപ്പുറത്തോട്ടായി. ഈ അപ്പച്ചി അച്ചാമ്മയ്ക്കാണെങ്കിൽ കൃഷി ചെയ്യൽ കുറച്ച് അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. ഇത് തന്നെ നമ്മളെടുത്ത് കുറേ നാൾ കൊണ്ട് ഇത്തിയൊന്ന് ആരെങ്കിലും ഒത്തിയൊന്ന് പടർത്തി തരാനായിട്ട് ഇത്തിയൊന്ന് കയറും എല്ലാം കെട്ടിത്തരുമെന്ന് ചോദിച്ച് കെഞ്ചി ചോദിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ കെട്ടിക്കൊടുക്കണത്. പിന്നെ എൻ്റെ അപ്പച്ചിയാണെങ്കിൽ ജോലി ചെയ്യാനങ്ങ് കൊണ്ട് കളഞ്ഞാൽ മതി. അപ്പച്ചിയാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ വരുന്ന വഴിക്ക് എന്തായാലും ഇതും കൂടി ചെയ്തിട്ട് പോകാം. എന്നെ കൊണ്ടങ്ങ് ജോലി ചെയ്യിപ്പിക്കുകയാണ്. നമുക്കാർക്കും എന്തായാലും അപ്പച്ചിയുടെ സ്വഭാവം മാത്രം കിട്ടിയിട്ടില്ല. അപ്പച്ചി വളരെ എപ്പോഴും ഭയങ്കര ആക്റ്റീവായിരിക്കും. പക്ഷെ നമ്മളാരും അങ്ങനെയല്ല. നമുക്കെല്ലാം എന്തോ പറയാം, നമുക്ക് വിയർപ്പിൻ്റെ അസുഖമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇച്ചിരി പ്രശ്നമാണ്. നമ്മളാരും ഒന്നും ചെയ്യാറില്ല. പിന്നെ അപ്പച്ചി ഇതെല്ലാം ഏതാണ്ട് അപ്പച്ചി എടുത്ത് അച്ചാമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അപ്പച്ചിക്ക് എന്തായാലും താഴെ ഇറങ്ങി അപ്പച്ചീനെ കൊണ്ടുപോക്കൂല. അപ്പോഴത്തേക്ക് എന്നെ പിടിച്ചിറക്കി ഞാനാണ് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഇത് കെട്ടി എങ്ങനെയെങ്കിലും. അപ്പോൾ ആ അച്ചാമ്മ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തതല്ലേ, പിന്നെ പടർത്തി വിട്ട് കൊടുത്താൽ നമുക്ക് തന്നെ എടുക്കാമല്ലോ എന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ് കേട്ടോ. ഈ സംഭവം പടർത്തി എന്തായാലും ഏകദേശമൊക്കെ ഞാൻ പടർത്തി. എൻ്റെ കഷ്ടപ്പാട് കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ഞാനെനിക്ക് ഈ ഷെയ്ഡ് വഴിയൊക്കെ ഇറങ്ങിയൊക്കെയാണ് കേട്ടോ വന്ന് ഈ സംഭവം ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്.
നിങ്ങൾ ഈ കാണുന്ന അടുത്ത മഴയ്ക്കുള്ള ഒരു ഇതാണ്. അടുത്ത മഴ ഇപ്പം പെയ്യും. നല്ല മഴക്കോളും വെച്ചാൽ നല്ല മഴക്കോളും ഉണ്ട്. ഇപ്പം മഴ പെയ്യും കേട്ടോ. പറഞ്ഞു തീർന്നില്ല, ദാ കോരിച്ചൊരിയുന്ന മഴ. എന്ത് ചെയ്യാനെന്ന് ഞാൻ പറഞ്ഞ അതുപോലെ നടക്കും. എൻ്റെ ഒരു ഇതേ. എന്തായാലും മഴ വിധിച്ച സ്ഥിതിക്ക് ഒരു ചായയും മിച്ചറും ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് അപ്പച്ചി പറഞ്ഞു. പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അച്ഛാമ്മ പറഞ്ഞത് റേഷൻ കടയിലും പിന്നെ അനിയന് പൊറോട്ടയും മേടിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതും കൂടി ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ.